നല്ല ബ്ലസ്സഡ് ഈവനിങ്ങിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവാലെ എല്ലാ കൂട്ടുകാരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ സഹായിപ്പാനിടയായി തീരട്ടെ. കഴിഞ്ഞ വീക്കുകളിലൊക്കെ നമ്മൾ നല്ല ബ്ലസ്സഡായിട്ടുള്ള ടെസ്റ്റിമണീസാണ് കേട്ടത്. ഇന്നും നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഐ വോണ്ട് ടു എൻകറേജ് യു, ഡിസംബർ 23 മുതൽ 25 വരെ ബോംബെ YMCAയുടെ ഒരു ക്യാമ്പ് സൈറ്റുണ്ട്, നിൽഷി, ലോണാവാലയ്ക്കടുത്തുള്ള ക്യാമ്പ് സൈറ്റാണ്. അവിടെ വെച്ച് നമ്മുടെ ഒരു 3 days ക്യാമ്പ് നടക്കുകയാണ്. 23rd, 24th, 25th മോർണിംഗോടുകൂടെ ക്യാമ്പ് തീരും. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ജെഫിൻ പാസ്റ്റർ ആയിരിക്കും നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. ഇറ്റ് വിൽ ബി എ ബ്ലസ്സഡ് ടൈം. ഹിന്ദി അറിയാവുന്നവർക്ക്, ഹിന്ദി ക്യാമ്പാണ്, ഹിന്ദി അറിയാവുന്നവർക്കൊക്കെ ആ ക്യാമ്പിന് വരാം. ആർക്കെങ്കിലും അങ്ങനെ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊരു മെസ്സേജ് ഇടുക, നമ്മുടെ നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക, ഞാൻ വേണ്ട ഗൈഡൻസ് തരാം. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഈ പ്രാവശ്യവും വളരെ വലിയ അനുഗ്രഹമായിരിക്കും. നിൽഷി ലേക്ക് സൈഡ് YMCA ക്യാമ്പ് സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ക്യാമ്പാണ്. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ഒരു നല്ല സെഷൻ പ്രിയപ്പെട്ട ജോഹാനെ ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ലാസ്റ്റ് ഡൽഹി ക്യാമ്പിനാണ് ഞാൻ ജോഹാനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഡൽഹി ക്യാമ്പിൽ ജോഹാൻ വന്ന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പരിചയപ്പെടുവാനൊക്കെ കർത്താവ് സഹായിച്ചു. ജോഹാന് ശരിക്കും ജീവിതത്തിലൊരു നല്ല ഭാഗവും ഗൾഫിലാണ് ചിലവഴിച്ചത്. ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു മലയാളമൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞങ്ങൾ ജോഹാനോട് പറഞ്ഞു ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം, നല്ല മലയാളം ദൈവം തരും, ഒരു ബ്ലെസ്സിങ് ആകും. ജോഹാൻ്റെ ലൈഫ് എക്സ്പീരിയൻസൊക്കെ നമ്മൾ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രിയപ്പെട്ട ജോഹാൻ കുര്യനെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജോഹാൻ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അതെ. നമുക്കിന്ന് മലയാളത്തിൽ അടിച്ച് തകർക്കണം. മലയാളത്തിൽ നേരത്തെ അധികം പറഞ്ഞിട്ടില്ലല്ലയോ? സോ ഇത് ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇത് കേട്ടോ. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം നല്ലവണ്ണം. ഒത്തിരി പേർക്ക് ബ്ലെസ്സിങ് ആകട്ടെ. ഓർ ടു ജോഹാൻ കുര്യൻ. ഓക്കെ മോനെ, ക്യാരി ഓൺ, യു ക്യാൻ കണ്ടിന്യൂ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ഈവനിങ് സെഷനിൽ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു മലയാളത്തിൽ ഒരു സെഷൻ എടുക്കുന്നത്. ഇറ്റ്സ് ഒരു എങ്ങനെ തീരുന്ന എനിക്ക് അറിയത്തില്ല. ബട്ട് വല്ല തെറ്റോ കുറ്റങ്ങൾ എനിക്ക് വല്ല മിസ്റ്റേക്സ് എല്ലാം വരുവാണെങ്കിൽ ദയവായി എന്നെ ക്ഷമിക്കണം. വിശേഷാൽ പ്രിയ ഫിനി പാസ്റ്ററുകളെയും സാന്റി ആന്റിയെയും ഡോണ ഡാനിയും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഞാൻ പാസ്റ്റങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പ്രിയ പാസ്റ്റങ്ങളെയും ഫാമിലിയും പിന്നെ ചർച്ചിന്റെ ടീമിനെ ഞാൻ അന്ന് ഡൽഹി ക്യാമ്പിലാണ് ഞാൻ പരിചയപ്പെട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കണക്ഷൻ ദൈവം തന്നു. അത് ഇന്നും ദൈവം അത് എന്താ പറയുക, ഒരു സസ്റ്റെയിൻ ചെയ്യാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. വിശേഷാൽ ദുബായ് ചർച്ചിൽ നിന്നും ICP UAE നിന്നും ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിശേഷ അവരോട് നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ജെഫിൻ ജാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അച്ഛാ. ഞാൻ ഡോണ പാടിയപ്പോൾ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ തരുന്ന മുമ്പ് സത്യം പറഞ്ഞാൽ നമുക്കൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പാടാനായിട്ടോ അല്ലെങ്കിൽ പ്രസംഗിക്കാനായിട്ടോ ഒരു യോഗ്യതയില്ല. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറെ മിസ്റ്റേക്സ്, കുറെ പരാജയങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ദൈവം ഹല്ലേലൂയ നമ്മുടെ വീക്ക്നെസ്സസിനെയോ നമ്മുടെ ഫെയിലിയേഴ്സിനെ ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ ഫെയിലിയേഴ്സിനെ കണ്ടിട്ടല്ല സത്യം പറഞ്ഞാൽ നമ്മളെ തിരഞ്ഞെടുത്തത്. ബട്ട് ദെൻ വി ഹാവ് ബീൻ found by God, അല്ലെങ്കിൽ we have been seen by God before the foundations of this earth. Hallelujah. ഒരു യോഗ്യതയില്ല. സത്യം പറഞ്ഞാൽ എന്റെ ടെസ്റ്റിമണി തൊട്ട് പറഞ്ഞാൽ ഞാൻ 10 വർഷം കഴിഞ്ഞിട്ടാ ഞാൻ എന്റെ പേരൻസ്, I was born to my parents.
അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ കുറെ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യുനോ ഞാൻ ജനിക്കാനായിട്ട് കുറെ പേര് പ്രാർത്ഥിച്ചു, കുറെ പേര് ഇന്റർസീഡ് ചെയ്തു. പക്ഷെ അവരുടെ പ്രാർത്ഥന ഫലമാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. പലപ്പോഴും പിശാച് എന്റെ ജീവനെ എന്താ പറഞ്ഞ എടുക്കാനായിട്ടും എന്നെ ഡീവിയേറ്റ് ആക്കുന്ന പിശാച് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇറ്റ് ഇസ് പ്യോർലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവകൃപയിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് പ്യോർലി ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ കൊച്ചിലെ തൊട്ട് ഞാൻ എൻ്റെ പിതാവിന്റെ കൂടെ എപ്പോഴും ഈ മീറ്റിംഗ്സിന് പോകാറുണ്ട്. ലൈക്ക് ഇപ്പം ദുബായിലാണെങ്കിലും ഈസ് ടു ഗോ ഫോർ ലേബർ ക്യാമ്പ്സ്. സ്റ്റാഫ് അക്കോമഡേഷൻസ്. അറിയാമല്ലോ നിങ്ങൾ, ലോലി ഭയങ്കര പൂർലി മെയിൻറ്റൈൻഡ് ആയിരിക്കുന്ന ഒരു എൻവയറമെന്റ് ആയിരുന്നു, ഒരു എൻവയറമെന്റ്. പക്ഷെ ഐ യൂസ് ടു ഗോ ഫ്രം എ വെരി യങ് ഏജ്. മേ ബി എന്റെ സ്കൂളിംഗ് തുടങ്ങുന്ന മുമ്പ് എന്റെ പിതാവിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് മീറ്റിംഗ്സ് പോകാറുണ്ട്. അപ്പം പോകുമ്പോ സമയത്ത് വെൻ യു ഗോ ദർ, കുറെ നാഷണാലിറ്റീസ്, കുറെ മേ ബി പാകിസ്ഥാനീസ്, ഇന്ത്യൻസ്, പീപ്പിൾ ഫ്രം ബംഗ്ലാദേശ്, അവർ കുറെ പേരെ കാണും. അപ്പം എനിക്ക് ഇപ്പോഴും ഇറ്റ്സ് ദെയർ ഇൻ മൈ മൈൻഡ്. അവരുടെ കൂടുമായിട്ട് ഒരു ഫെലോഷിപ്പ്, അവരുടെ കൂടുമായിട്ട് ഒരു കൂട്ടായ്മ. സത്യം പറഞ്ഞാൽ ഡിഷ് ടു ബ്രിങ് ജോയ്. ഐ യൂസ് ടു ബി സോ ഹാപ്പി ടു ഗോ ഫോർ ദീസ് മീറ്റിംഗ്സ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു, ഒരു ബലമായിരുന്നു എനിക്ക് ഫ്രം യങ് ഏജ്. ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവരുടെ ആ ഒരു ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊരു പ്രൈവസിയോ അവർക്കൊന്നും ഇല്ല. ഒരു റൂമിൽ തന്നെ 5-8 ആൾക്കാർ താമസിക്കും. ലൈക്ക് അവർക്ക് ഒരു ദൈവമായി അവർ സോൾ ഏർണേഴ്സ് അല്ലെങ്കിൽ ബ്രെഡ് വിന്നേഴ്സ് ഫോർ ദർ ഫാമിലീസ്. അവരുടെ ഫാമിലീസ് ഒക്കെ നാട്ടിലായിരിക്കും, പക്ഷെ they are working very hard to sustain themselves and their families. അതൊക്കെ അന്ന് തൊട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ഐ യൂസ് ടു ഗെറ്റ് an exposure to these meetings, ലേബർ ക്യാമ്പ് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഔട്ട്റീച്ച് മീറ്റിംഗ്സ് ഫ്രം എ വെരി വെരി യങ് ഏജ്. ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ദൈവത്തിന് ഇപ്പോഴും ഞാൻ സ്തുതി, ഐ ഗിവ് പ്രൈസസ് ടു ദാറ്റ്, പ്രൈസസ് ടു ഗോഡ്. എന്റെ ചൈൽഡ്ഹുഡ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഐ വാസ് ഭയങ്കര ഒരു മിസ്ചീവിയസ് ആയിട്ട് ഒരു പ്ലേഫുൾ ആയിരിക്കുന്ന ഒരു കയ്യിലായിരുന്നു, ഒരു പൈതലായിരുന്നു. ചർച്ചിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ. അങ്ങനത്തെ കുറെ സാക്ഷികൾ ദുബായിലുണ്ട്. സോ അങ്ങനെ. പക്ഷെ ആ ഒരു ബിഹേവിയേഴ്സ്, ആ ഒരു എന്താ പറയുക നോട്ടി, ആ ഒരു പ്ലേഫുൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറ്റാനായിട്ട് എന്റെ പേരൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്റെ ജീവിതത്തിൽ കാണുവാൻ എന്റെ പേരൻസ് കുറെ പ്രാർത്ഥനയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് മൈ പേരൻസ് ആർ പ്രയർ വാരിയേഴ്സ്, സ്ട്രോങ് പ്രയർ വാരിയേഴ്സ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പം എനി സെർമൺസ് ഓഫ് ഗോഡ് ദാറ്റ് എന്റെ വീട്ടിൽ വന്നാൽ അവരെപ്പോഴും പ്രവചിക്കാറുണ്ട്. They always prophesy that ഞാൻ ദൈവത്തിന്റെ ദൈവവേലയ്ക്ക് വേണ്ടിയാണ്. I am for the Lord's work. I have a calling. I have a ministry ahead of me. Hallelujah. And every time, എല്ലാ പ്രാവശ്യം ഈ ഒരു വോയിസ്, ഈ ഒരു കോളിംഗ്, ഈ ഒരു റിമൈൻഡർ എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഹല്ലേലൂയ. ആൻഡ് ഫ്രം മൈ യങ് ഏജ്, എന്റെ കൊച്ചുകാലത്ത് തൊട്ട് എന്റെ പേരൻസ് എന്നെ ട്രെയിൻ ചെയ്യുമായിരുന്നു. ഫ്രം മെമ്മറി വേഴ്സ് പഠിക്കാനായിട്ടും ബൈബിളിലെ കുറെ വേഴ്സസും എപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്ന മുമ്പ് തന്നെ, എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന മുമ്പ്, ഐ ഗെസ് ഞാൻ അന്ന് ബസ്സിൽ പോകുന്ന സമയം, എന്റെ ബസ് ഇസ് ടു കം ബൈ 7:15. I guess around 7 to 7:15, it will be around prayer and setting of memory verses. Because എനിക്ക് അപ്പോഴും അന്ന് എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാൻ പറ്റില്ലായിരുന്നു. ഇപ്പം മെമ്മറി വേഴ്സസിന്റെ പഠിച്ച വാക്യങ്ങളുടെ ഇമ്പോർട്ടൻസും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദാറ്റ് സ്റ്റിൽ എന്താ പറഞ്ഞ ഇറ്റ്സ് സ്റ്റിൽ ഇംപ്രസ്ഡ് ഓൺ ടു മൈ മൈൻഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ മിഡിൽ സ്കൂളിന്റെ ടൈമിൽ I'll be taking some time on how I deviated from the path of God.
I was baptized on September 8th, 2017. പക്ഷെ എന്റെ എന്റെ ഫ്രണ്ട്സിന്, എന്റെ കൂട്ടുകാരൊക്കെ, ആം, ഞാൻ ഒരു നല്ലൊരു ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ അല്ലായിരുന്നു ഞാൻ അവരുമായിട്ട് ഡീവിയേറ്റ് ആവുകയും അവരുമായിട്ട് ഞാൻ അന്ന് ഒരു സ്കൂളിലാണെങ്കിൽ ഒരു നോട്ടി ഫെല്ലോ ആയിരുന്നു അന്ന്. അന്നൊരു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ടീച്ചേഴ്സ് അന്ന് വിളിക്കുന്ന ഹോപ്പ്ലെസ് കേസ് ആയിരുന്നു ഞാൻ. ഹോപ്പ്ലെസ് കേസ് ആയിരുന്നു, ബിക്കോസ് അവരും മടുത്തു എന്നെ കുറിച്ച്. സോ അവർ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ കൂടി ചേർന്നപ്പോൾ എനിക്ക് ടെംപ്ടേഷൻസുമായിട്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പാടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ടീനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ടെംപ്ടേഷൻസ് ഒക്കെ ഐ യൂസ് ടു ഫെയിൽ, ഐ യൂസ് ടു മിസറബിളി ഫെയിൽ. ആൻഡ് ഐ എപ്പോഴും റിപ്പീറ്റഡ്ലി ഐ യൂസ് ടു ഫോൾ ഇൻ ദീസ് ടെംപ്ടേഷൻസ്. സപ്പോസ് ഞാൻ ഒരു ടെംപ്ടേഷനകത്ത് വീണു, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കും, നാളെ ഞാൻ ചെയ്യത്തില്ല, പക്ഷെ നാളെയും കൂടി ഞാൻ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഹാസ് കം ടു എ പോയിന്റ് വെർ I started trusting on my willpower. Hallelujah. പക്ഷെ and this started to go on for a pretty long time. And I used to have, എനിക്ക് കുറെ questions, ദൈവം, I used to hate God. I used to have a lot of questions in my mind. I was asking God, ദൈവമേ, എന്നാ നീ എന്നെ വിടുവിക്കാനിരിക്കുന്നത്? വെൻ വിൽ യു ഡെലിവർ മീ? ഞാൻ ദൈവത്തിന്റെ ആ ഒരു ഡെലിവറൻസ് വേണ്ടി ഞാൻ ആകെ ഡെസ്പറേറ്റ് ആയിരിക്കുമായിരുന്നു. ബിക്കോസ് ഐ വാസ് ടയേർഡ് ഓഫ് ലീഡിങ് എ ലൈഫ് ഓഫ് ഡുവൽ പേഴ്സണാലിറ്റി. ഹല്ലേലൂയ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നുള്ള ഭയങ്കര ഒരു ഗിൽട്ട് ഫീലിംഗ്. ഐ സ്റ്റിൽ റിമെമ്പർ, രാത്രി യാമങ്ങളിലൊക്കെ ഞാൻ ഇന്ന് കരയായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്നാ ഞാൻ ഒരു ഫ്രീ ആയിട്ട്, ഞാൻ ഒരു ഫ്രീ ബേർഡ് ആയിട്ട് ഞാൻ എങ്ങനെ, ഹൗ ക്യാൻ ഐ ഫ്ലൈ? എങ്ങനെ ഒരു ഫ്രീഡത്തിലൂടെ എങ്ങനെ എനിക്ക് നടക്കാൻ പറ്റുന്നത്? ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാനുണ്ടല്ലോ, ഈ ഒരു സ്ട്രഗിൾസിനെ കുറിച്ച് ഞാൻ ആരോടും ഓപ്പൺ അപ്പ് ചെയ്യാറില്ലായിരുന്നു. And it was very firm. I never opened up to anyone regarding what I used to go through. Because എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് ഞാനൊരു പാസ്റ്ററിന്റെ മോനാ. അപ്പം ഐ വാസ്, എന്താ പറഞ്ഞ, എനിക്കൊരു പേടിയല്ല, ഐ വാസ് മോർ ഓർ ലെസ് വറീഡ് അബൌട്ട് ആൾക്കാർ ഇപ്പൊ എന്തോ ചിന്തിക്കും, ആൾക്കാർ എന്നെ കുറിച്ച്, വാട്ട് കൈൻഡ് ഓഫ് ഇമേജ് വിൽ ദേ കീപ്. ഹല്ലേലൂയ. പക്ഷെ എവറി ടൈം ഐ യൂസ് ടു ബി ഹാപ്പി. എപ്പോഴും എന്റെ വെളിയിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കാണുമായിരുന്നു. പക്ഷെ ഉള്ളിലുണ്ടല്ലോ ഭയങ്കര ഒരു വേദന, ഭയങ്കര ഒരു ഞെരുക്കം, ഭയങ്കര ഒരു ഗ്രോണിങ്. ദൈവമേ, എന്നാ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ദൈവമേ അങ്ങേ ആരാധിക്കാൻ പറ്റുന്നേ? ലോർഡ്, എന്റെ മനസ്സ് കറക്റ്റായിരിക്കുന്നു, എന്റെ ഹൃദയം കറക്റ്റായിരിക്കുന്നു. ദൈവമേ, എന്നാ, when will I be free? ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. ആൻഡ് ടിൽ നൗ ഐ ഹാവ് നോട്ട് ഷെയർഡ് വാട്ട് ഐ ഹാവ് ഗോൺ ത്രൂ. ടിൽ നൗ ഐ ഹാവ് നോട്ട് ഷെയർഡ് ഇറ്റ് ടു എനിവൺ. ആൻഡ് ഐ ഗെസ് ദിസ് ഇസ് ദ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഐ എം ഷെയറിംഗ് ഇറ്റ്. And because I believed in one thing, because I do not have to, and it varies from person to person. That belief varies from person to person. Because ഞാൻ വിശ്വസിക്കുന്ന, I just have to tell one person, that is God. അത് ദൈവം ചെയ്തോളൂ. ദൈവം വിടുവിക്കാൻ ശക്തന. ഒരു മനുഷ്യനോ ഓരോ പാസ്റ്ററിനോ ഓരോ വിശ്വാസിക്ക് എന്നെ വിടിക്കാൻ പറ്റത്തില്ല. എന്നെ ഒരാൾ വിടുവിക്കാൻ പറ്റുന്ന ഒരു ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ അക്കാഡമിക്സിൽ ആണെങ്കിലും ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ആ ഒരു ഫേസ്, മേ ബി ഫ്രം grade 6 to grade 10, എന്റെ സ്പിരിച്വൽ ലൈഫും എന്റെ അക്കാഡമിക്സ് ഒക്കെ ഇറ്റ് യൂസ് ടു ഗോ ഡൗൺ ഹിൽ. ഒരു താഴോട്ടുള്ള ഗ്രാഫിലോട്ടാണ് പോകുന്നത്. പക്ഷെ and I used to be so broken. ദൈവമേ, eagerly waiting for that deliverance. And I thank God, thank the Holy Spirit for this guilt, for the guilt conviction, because that made me realize, അത് എനിക്കൊരു സുബോധം തന്നു, that I cannot go ahead without God. ഞാൻ ഒരു ഫ്രജൈൽ, ഞാൻ ഒരു വീക്ക് പേഴ്സണാ. ഹല്ലേലൂയ. എനിക്ക് ദൈവം കൂടാതെ ഐ കനോട്ട്, അല്ലെങ്കിൽ ദൈവം കൂടാതെ ഐ കനോട്ട് ഗോ ഔട്ട്.
I cannot be free. In simple terms, without God I cannot be free. ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 10th ഗ്രേഡിൽ ഞാൻ ഒരു ഐ വാസ് വെരി അപ്സെറ്റ് എന്റെ ലൈഫുമായിട്ട്. ലൈഫുമായിട്ട് എന്റെ ലൈഫുമായിട്ട് എന്റെ അക്കാഡമിക്സ് ആണെങ്കിലും എല്ലാം ഇറ്റ് വാസ് അറ്റ് എ വെരി ബാഡ് സ്റ്റേറ്റ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ എന്റെ ഐ സറണ്ടർ മൈ സെൽഫ് ഇൻ യുവർ ഹാൻഡ്സ്, ഐ ഗിവ് മൈ സെൽഫ് ഇൻ യുവർ ഹാൻഡ്സ്, ഐ ഹംബിൾ മൈ സെൽഫ്. ലോർഡ്, ഞാൻ വീക്കാ, ഞാനൊരു ഐ എം എ ഫെയിലിയർ, ഐ എം വീക്ക് ആൻഡ് എ ഫ്രജൈൽ പേഴ്സൺ. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ആ ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഐ ഗെസ് ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അന്നും ബ്രോക്കൺ ആയിരുന്നു. ഐ വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദി ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു മീറ്റിംഗിൽ ദൈവം എന്നെ ഭയങ്കര ബ്രോക്കൺ ആയിരുന്നു. ഐ വാസ് വെരി മച്ച് തേഴ്സ്റ്റി. ഐ വാസ് ഫെഡ് അപ്പ് ബിക്കോസ് ഐ വാണ്ടഡ് ടു ലീഡ് എ ജെന്യുവൻ ലൈഫ്. I wanted to lead a life that is worthy of God's calling. That was my desire. But then the enemy, the devil was in the pishaj ഉണ്ടല്ലോ, എന്നെ ബാക്കിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം അന്ന് ആ ഒരു ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഞാൻ ആ പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, വേദനയോട് കൂടി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവമേ, എന്നെ പരിശുദ്ധാത്മാവിനാൽ അന്ന് നിറയ്ക്കണം ദൈവമേ. ബിക്കോസ് നിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ ഒരു ഫെയിലിയർ കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം. അന്ന് രാത്രി ദൈവം എന്നെ ആത്മാവിനാൽ നിറച്ചു. പക്ഷെ എനിക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെയും ഞാൻ വീണു, പിന്നെയും ഞാൻ ആ ഒരു ടെംപ്ടേഷൻ പിന്നെയും ആ സ്ട്രഗിളായി മാറി. പക്ഷെ അഗൈൻ ദൈവം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു ടു ബൗൺസ് ബാക്ക്. ലൈക്ക് ഹൗ ഗോഡ് ഗേവ് ഷിംഷോൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്ത പോലെ, രണ്ടാമത്തെ ചാൻസ് കൊടുത്ത പോലെ ദൈവം ഒരു രണ്ടാമത്തെ ചാൻസ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ടു ബൗൺസ് ബാക്ക്. ഹല്ലേലൂയ. അന്ന് രണ്ടാമത്തെ പ്രാവശ്യം വീണപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ ഒരു റെച്ചഡ് ആയിരിക്കുന്ന പേഴ്സൺ ആണല്ലോ. നിന്റെ വചനം അറിയാം, നിന്റെ പരിശുദ്ധമാവിനാൽ നീ നിറച്ചു. പക്ഷെ അത് ഞാൻ ലൂസ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും ചർച്ചയിൽ പോകുന്നുണ്ട്, നിന്റെ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവമേ, എവിടാ എന്റെ പ്രോബ്ലം ഇരിക്കണേ? എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണമേ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു കരുണയായിരുന്നു, ദൈവത്തിന്റെ ഒരു മേഴ്സിയായിരുന്നു. ലൈക്ക് എന്നെയും തിരിച്ച് coming back to the father's heart. Hallelujah. Running back to the father's arms. Hallelujah. ആ ഒരു നിലവാരത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. Hallelujah. അന്ന് ഒരു സ്ട്രഗിൾ, ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ എനിക്കൊരു സ്ട്രഗിൾ ആയിരുന്നു. ഇറ്റ് വാസ് എ സ്ട്രഗിൾ ഫോർ മീ. പക്ഷെ ഐ വാസ് പേഷ്യന്റ്ലി വെയിറ്റിംഗ് ഫോർ ഗോഡ്. and his intervention in my life. He was working inside of me. He was transforming me. He was changing me during that time. Yes, it took time. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു പണിക്ക് വേണ്ടി നമ്മൾ പേഷ്യന്റ് ആയിരിക്കണം. ദൈവം പണി ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം, വി ആർ ഫ്രജൈൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. പക്ഷെ നാളെ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം ഉണ്ടല്ലോ, നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി ദൈവം നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ദൈവത്തിന് വേണ്ടി ഒന്ന് ശോഭിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു ബോൾഡ് വിറ്റ്നസ് ആയി തീരുവാൻ ദൈവം നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഗോഡ് സ്റ്റാർട്ടഡ് ടു ട്രാൻസ്ഫോം മീ അഗൈൻ. പിന്നെയും ഒരു ബ്രോക്കൺ പീസസ് ദൈവം തിരിച്ച് എന്നെ മെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ദൈവം ചില മിറക്കിൾസ് ദൈവം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്റെ 10th ഗ്രേഡിലെ ബോർഡ് എക്സാം ഞാൻ ആകെ ഭയങ്കര വീക്കായിരുന്നു, സ്റ്റഡീസിൽ ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മൈ റിസൾട്ട്സ് ദൈവം നല്ല മാർക്കോട് ദൈവം ഐ കുഡ് പാസ് വിത്ത് ഗുഡ് മാർക്സ്. അത് ദൈവത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആൻഡ് ഈവൻ ദോ എന്റെ പാസ്റ്റ് വാസ് എ ഹൊറബിൾ നാസ്റ്റി, അല്ലെങ്കിൽ ഹൊറബിൾ പാസ്റ്റ് ആണെങ്കിലും ദൈവത്തിന്റെ മേഴ്സി മാറിയിട്ടില്ല, ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ മാറിയിട്ടില്ല. ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണ. ഞാൻ എന്റെ 11th ഗ്രേഡിലോട്ട് ഞാൻ വരുന്നു.
എനിക്ക് ഭയങ്കര ഒരു ഡിസയർ ആയിരുന്നു, ദൈവമേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ഞാൻ പോകുന്ന സ്കൂളിൽ കർത്താവ് എന്നെ ഉപയോഗിക്കണമേ, ഞാൻ പോകുന്ന എന്റെ ഫ്യൂച്ചറിൽ കർത്താവ് ദൈവമേ എന്നെ ഉപയോഗിക്കണമേ. ഭയങ്കര ഒരു തേഴ്സ്റ്റ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2019 ഒരു സ്റ്റുഡന്റ് ലീഡർഷിപ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു. H2O ക്യാമ്പിന് നമ്മള് യൂഷ്വലി പേരിട്ടേക്കുന്നത്. സോ അത് ആക്ച്വലി ഒരു സ്റ്റുഡന്റ് ലീഡർഷിപ്പ് ക്യാമ്പ് ആയിരുന്നു. അന്നുണ്ടല്ലോ ദൈവം സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് നിറച്ചു, ദൈവം എന്നെ ഒന്ന് ഫില്ല് ചെയ്തു. ദൈവം എന്താ പറഞ്ഞ, ഫിൽ മീ വിത്ത് ജോയ്. എന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവം തരാൻ തുടങ്ങി. ആൻഡ് ഐ കുഡ് സീ ദ ഫ്രൂട്ട് ഓഫ് ദോസ് ട്രാൻസ്ഫോർമേഷൻസ്. എന്റെ എന്റെ വചന ധ്യാനത്തിൽ ദൈവം എന്നോട് വ്യക്തമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി. അത് മാത്രമല്ല, ദൈവവുമായിട്ട് ഒരു ബന്ധം, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റി. ഹല്ലേലൂയ. അന്ന് ഐ ഗെസ് ഐ സ്റ്റിൽ റിമെമ്പർ, അന്ന് ആ ഒരു ഫേസിൽ ഐ യൂസ് ടു പ്ലേ ടു വീഡിയോ ഗെയിംസ്. വൺ വാസ് പബ്ജി, വൺ വാസ് കോൾ ഓഫ് ഡ്യൂട്ടി. അത് അന്ന് കളിച്ചതാ. ഐ മീൻ, പക്ഷെ ആ ഒരു ക്യാമ്പ് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തേ, ബിക്കോസ് ഐ ഗെസ് പ്ലേയിങ് ദോസ് ഗെയിംസ് അന്ന് ദാറ്റ് യൂസ് ടു മേക്ക് മീ മോർ അഗ്രസീവ്. പക്ഷെ ഞാൻ ഈ സ്റ്റുഡന്റ് ലീഡർഷിപ്പ് ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ തീരുമാനം എടുത്തേ, ഞാൻ ഇനി മേലാൽ ഈ ഒരു വീഡിയോ ഗെയിംസ് ഞാൻ കളിക്കത്തില്ല. ആൻഡ് അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത, പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അന്ന് ദൈവം സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്യാൻ, എന്റെ മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി, എന്റെ ഹൃദയത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി. ആൻഡ് അന്നുണ്ടല്ലോ വാട്ട് എവർ പരിശുദ്ധാത്മാവ് എന്തോ ഇൻസൈറ്റ്സ് തരാനുണ്ടോ, ഞാൻ എന്ത് പറഞ്ഞ, ഐ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. I used to write it down in form of articles. I used to write it down in forms of poems. സോ ഐ യൂസ് ടു സെൻഡ് ദിസ് ഔട്ട്. ഞാൻ ഇത് എന്റെ ക്ലോസ് ഗ്രൂപ്പിൽ മാത്രമേ ഞാൻ അയക്കാറേ ഉള്ളായിരുന്നു. സപ്പോസ് പരിശുദ്ധാത്മാവ് എന്നെ ഹേമിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂടി അയക്കുമായിരുന്നു. പക്ഷെ ഞാൻ അയക്കുന്ന എല്ലാ ആർട്ടിക്കിൾസും പോയിംസും എല്ലാം ദൈവകൃപയാൽ അത് അവർക്കൊരു ബ്ലെസ്സിങ് ആയി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞാൻ പറയട്ടെ, അന്ന് സത്യം പറഞ്ഞാൽ ദൈവം എന്റെ മനസ്സിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യായിരുന്നു. ദൈവം സത്യം പറഞ്ഞു എനിക്ക് ഒരു പുതിയൊരു മനസ്സിനെ, പുതിയൊരു ഹൃദയത്തെ ദൈവം തരുമായിരുന്നു. ഹല്ലേലൂയ. അന്ന് ദൈവമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ദൈവം എന്റെ ടെംപ്ടേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ബലം തന്നു, ദൈവം എനിക്ക് ഒരു ശക്തി തന്നു. ഹല്ലേലൂയ. അന്ന് തൊട്ട് God used to give me the grace, the strength to win over certain temptations. And the Holy Spirit was so, I could feel his voice, I could feel his move, I could feel him speaking to me at that time. Hallelujah. And God gave me, devam nalloru support system ദൈവം എനിക്ക് പ്രൊവൈഡ് ചെയ്തു. ഹല്ലേലൂയ. അത് ചർച്ചിലെ മെന്റേഴ്സ് ആയിക്കോട്ടെ, ഞാൻ അന്ന് ICP UAE ബന്ധപ്പെട്ടിരിക്കുക, ഇപ്പോഴും അസോസിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർ സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തു. ഹല്ലേലൂയ. ആൻഡ് എന്നെ മെന്റർ ചെയ്യുകയും എനിക്ക് വേണ്ടി എന്നെ അഡ്വൈസസ് തരുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അവർ കുറെ എഫേർട്സ് എടുത്തു to become who I am today. Hallelujah. Hallelujah. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, God started opening so many platforms. Hallelujah. So many avenues where I could share the word of God to so many people. Hallelujah. ഞാൻ അന്ന് ചിന്തിക്കുക, ദൈവമേ ഞാൻ എന്തുവാ സംസാരിക്കണ്ടേ, ദൈവമേ ഞാൻ എന്തുവാ ഇനി how will this word be a blessing, ഞാൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വചനം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, there would be some people who would give me feedbacks. Bro, your message was a blessing. അത് എന്നോടായിരുന്നു ഒരു ദൂത്. പക്ഷെ I used to praise God. ദൈവമേ, you started to use me. You started to fill me. You started to speak through me. I thank you Lord for making me a blessing in lives of so many other people. പിന്നെ കോവിഡിന്റെ സമയം വന്നു. ഹല്ലേലൂയ. അത് ഐ ഗെസ് കോവിഡിന്റെ സമയമായപ്പോൾ ഞാൻ 12th അന്ന് കോവിഡ് സമയമായപ്പോൾ കുറെ ചേഞ്ചസ് വന്നു. എല്ലാം ലോക്ക്ഡൌൺ ആയി, സ്കൂളെല്ലാം അടവായി. സ്കൂൾ അടവല്ല, ഐ മീൻ ഇറ്റ് ഇസ് ഓൺലൈൻ മോഡ് ഷിഫ്റ്റ് ആയി. പിന്നെ ഞാൻ എന്റെ സ്പിരിച്വൽ ലൈഫും എന്റെ അക്കാഡമിക്സും ഭയങ്കര ലൈറ്റ് ആയിട്ടായിരുന്നു ഞാൻ എടുത്തത്. പക്ഷെ അന്ന് ദൈവമുണ്ടല്ലോ തിരിച്ചു എന്നെ ഞാൻ അന്നും ഡീവിയേറ്റ് ആയി പോയാലും ദൈവം തിരിച്ചു എന്നെ കൊണ്ടുവന്നു.
again God brought me back to that right track. Hallelujah. Hallelujah. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ നിൽക്കുന്ന ദൈവ കൃപയാൽ മാത്രമേ ഉള്ളൂ, ദൈവശക്തി മാത്രമേ ഉള്ളൂ. ഹാലലുയ. ഞാൻ അന്ന് അന്ന് ഞാൻ തിരിച്ച് ദൈവം ട്രാക്ക് എന്നെ തിരിച്ച് ആ ഒരു റൈറ്റ് പാത്തിലോട്ട് തിരിച്ച് ദൈവം കൊണ്ടുവന്നപ്പോൾ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു ഹൗ ഐ ഷുഡ് കണ്ടക്ട് മൈ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ, എങ്ങനെ വിശുദ്ധിയും വേർപാടും പാലിക്കേണ്ടത്. ഹാലലൂയ. ആൻഡ് അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് it used to be a voice in my heart that I am different, called to be different. Hallelujah. Consecrated. Hallelujah. Hallelujah. And I have a calling, I have a ministry. Hallelujah. അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്റെ മനസ്സിൽ അത് റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാലലൂയ. അന്ന് ആൻഡ് ഐ അഗൈൻ വൺസ് അഗൈൻ ദൈവത്തിന്റെ ആ ഒരു വചനത്തിൽ, ദൈവത്തിന്റെ ആ ഒരു വോയിസിനാൽ പിന്നെയും സറണ്ടർ ചെയ്തു. പിന്നെയും എന്റെ ജീവിതത്തിൽ മിറക്കിൾസ് കാണാൻ തുടങ്ങി. എന്റെ അക്കാഡമിക്സിലും പിന്നെയും എന്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ലൈറ്റ് ആയിട്ടായിരുന്നു അന്ന് എന്റെ അക്കാഡമിക്സ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഓൺലൈൻ ആയിരുന്നു, ആരും കാണാനില്ലായിരുന്നു, ടീച്ചർമാരും ഒക്കെ ടീച്ചർമാർ നമ്മളെ ഒന്നും നോക്കാനില്ലായിരുന്നു. പിന്നെ പകുതി സമയം വീഡിയോ ഓഫ് ആയിരുന്നു, അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറയാം, അന്ന് 12th grade ഞാൻ 3 പ്രാവശ്യം I used to fail in the subject in the accountancy subject. 3 times I used to fail. And ഞാൻ പിന്നെ by God's grace God used a person, ഒരു ടീച്ചറിനെ ദൈവം എന്റെ ജീവിതത്തിൽ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്നെയും പിന്നെ എന്താ പറഞ്ഞ, she was very patient, in teaching me from the scratch to what was coming for the boards. I guess after she started to teach, I guess അന്ന് ഒരു എക്സാം വന്ന അന്ന് ദൈവം സഹായിച്ചു, അന്ന് ഒരു നല്ല മാർക്ക് ദൈവം തന്നു. അത് കഴിഞ്ഞിട്ട് ബോർഡ് എക്സാംസ് ക്യാൻസൽ ആയി. പക്ഷെ ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്, ദൈവമേ എന്തുമായിരിക്കും, ബിക്കോസ് ഓൾറെഡി ഒരു സബ്ജക്റ്റിൽ 3 പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയായിരിക്കും ഇനി ആ സബ്ജക്റ്റ് വല്ല എന്റെ അഗ്രിഗേറ്റിനെ പുൾ ഡൗൺ ചെയ്യുവോ, ഡു ഐ ഹാവ് ടു ഗിവ് എ റീടെസ്റ്റ് ഓർ എ സപ്ലിമെന്ററി. ഞാൻ ഭയങ്കര ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം അന്ന് ഞാൻ 12th നല്ല മാർക്ക് ദൈവം തന്നു. ഹല്ലേലൂയ. പക്ഷെ അത് ഞാൻ ചിന്തിക്കാത്തൊരു മാർക്കായിരുന്നു. ഇറ്റ് വാസ് മാർക്കായിരുന്നു ദൈവം തന്നെ. അതും ദൈവത്തോട് ആൻഡ് ഐ ഗിവ് ഗോഡ് ദ ഗ്ലോറി, ബിക്കോസ് ഐ വുഡ് സേ ഇൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ God turned over the tables towards the end. എന്റെ ഫെയിലിയേഴ്സ് ഇത്രയാണെങ്കിലും പക്ഷെ ആ ഒരു മൊമെന്റിൽ ദൈവം എന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ 12th കഴിഞ്ഞു. ഇനിയിപ്പം എന്തോ ചെയ്യണം, അടുത്ത് എന്തോ എടുക്കണം, എവിടെ പോണം അന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് ഒരു ബിന്ദാസ് ഒരു പേഴ്സൺ പോലെ വന്ന വഴി വെച്ച് നമുക്ക് കാണാം, അങ്ങനെ പോലത്തെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ എന്റെ എന്റെ പിതാവായിരുന്നു അന്ന് ഒരു മിനിസ്ട്രിയുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു കരിയറിന് എന്റെ ഫാദർ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഹല്ലേലൂയ. ബിക്കോസ് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു that I have to do a ministry in the future and have to choose a career that would give me a leverage or a support or an aid to my ministry and to the ministry that God has entrusted me to do. And that is how ഞാൻ കുറെ കോളേജസ് നോക്കി. അത് അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഐ വാണ്ടഡ് ടു ജോയിൻ ഇൻ വിത്ത് മൈ ഫ്രണ്ട്സ്. അങ്ങനെ പോലത്തെ ഞാൻ അങ്ങനെ ബാംഗ്ലൂർ ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ അന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേരൻസ് ഈ ഒരു ഡിസിഷനുമായിട്ട് ഓപ്പൺ ആയിരുന്നു. പക്ഷെ അന്ന് കുറെ ആൾക്കാർ എന്നോട് പറയാം, മോനെ ബാംഗ്ലൂരിൽ പോവാം, മോൻ സൂക്ഷിച്ചോണം, മോനെ അവിടെ ഭയങ്കര കുഞ്ഞുങ്ങളൊക്കെ വേറെ രീതിയാ, മോൻ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്റെ ഡിസിഷനുമായിട്ട് ഞാൻ ഫേം ആയിരുന്നു. ബിക്കോസ് ഇവർ പറയുന്ന വാക്കുകൾ, മറ്റാൾക്കാർ പറയുന്ന വാക്കുകൾ, ഇറ്റ് നെവർ പുട്ട് മീ ടു ഫിയർ. പക്ഷെ എനിക്കൊരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ബാംഗ്ലൂരിൽ വന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. ബിക്കോസ് അന്ന് തന്ന ആത്മാവ
ഇന്ന് എന്നെ നിലനിർത്തുന്നത്. അന്ന് തന്ന പരിശുദ്ധാത്മാവ എന്നെ ഇപ്പോഴും ഫേം ആയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആൻഡ് സപ്പോസ് ടെംപ്ടേഷൻസ് വന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് 3 കാര്യങ്ങൾ സംസാരിച്ചു അന്ന്. Number one, I am consecrated, or separated, called to be different. Number two, I am for a ministry. Number three, I have a calling in my life. These 3 things were so impressed in my mind that I should take a step back from temptation, and God used to give me the grace to overcome those temptations, to overcome those trials. Hallelujah. പക്ഷെ കമ്മിങ് ഔട്ട് ഓഫ് ദുബായ്, എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഞാൻ ദുബായിലാണ് ജനിച്ചു വളർന്ന. എൻ്റെ പേര് ഞാൻ പാസിന്റെ ഒരു മോന. എൻ്റെ ഫാദർ ജോലിയോട് കൂടി ദേവവേല ചെയ്യുന്നു. സോ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായ്. സോ ദുബായിന്ന് ഈ ഒരു ബാംഗ്ലൂരോട്ട് വരും തന്നെ സത്യം പറഞ്ഞാൽ ഐ വുഡ് കൺസിഡർ ഇറ്റ് ആസ് എ part of God's plan. I would consider it as a place where God wanted to mold me and make me a sharp instrument in God's hands. Hallelujah. കുറെ പേര് ദുബായിൽ ചെന്നപ്പോൾ, ദുബായിൽ ഇരിക്കുന്ന സമയത്ത് കുറെ പേര് എന്നോട് ചോദിച്ചത്, എടാ നീ എന്താ ദുബായിൽ പഠിക്കാത്ത? ദുബായിൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, ദുബായിൽ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ അന്ന് എനിക്കൊരു പറയാൻ ഒരു മറുപടി ഇല്ലായിരുന്നു. ഞാൻ അത് ചിന്തിക്കും, ദൈവമേ, ദുബായിൽ പഠിച്ചെങ്കിൽ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാ മീറ്റിംഗ്സിനും എല്ലാ പ്രോഗ്രാംസിനും സത്യം പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അന്നായിരുന്നു എന്റെ മനസ്സിൽ അന്ന് ദാറ്റ് യൂസ് ടു ഗോ ത്രൂ മൈ മൈൻഡ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ഗോഡ് ബ്രോട്ട് മീ ടു ദിസ് പ്ലേസ് ഫോർ എ പർപ്പസ്. And God brought me to this place where I can be effective for God's kingdom. And one of the prayers, while there were so many prayers that were aligned, that were part of coming to this place. One prayer was, Lord, surround me with the right people, associate me with the right people. God answered that prayer. അങ്ങനെ ആ ദൈവം ബാംഗ്ലൂരിൽ വന്നപ്പോ ദൈവം ഇവിടെ നമ്മുടെ ലൈവിൽ നമ്മുടെ മീറ്റിംഗ് ഇരിക്കുന്ന ദൈവം ജെഫിൻ ജായനെ ദൈവം എനിക്കൊരു ഒരു ക്ലോസ് ഒരു മെന്റർ ആയിട്ട് ദൈവം തന്നെ. അത് മാത്രമല്ല, എനിക്ക് കൂടെ താമസിക്കാനായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു റൂംമേറ്റിനെ ദൈവം തന്നു. ഹല്ലേലൂയ. പിന്നെ അതിന് ബന്ധപ്പെട്ട് കുറെ ഫ്രണ്ട്സ്, ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള, those who were God fearing. God gave me friends who were God fearing, who used to have strong relationship with God. Hallelujah. Another prayer of why I came to Bangalore, Lord, I want to be a student missionary. I want to be a missionary in the campus. എനിക്ക് ചുമ്മാ ഡിഗ്രി കിട്ടിയിട്ട് ബാംഗ്ലൂർ വിട്ടു പോകാനായിട്ടല്ല. ദൈവമേ, എനിക്ക് ഞാൻ ആയിരിക്കുന്ന ക്യാമ്പസിൽ ദൈവമേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന, ദൈവമേ ഇടയ്ക്ക് കിട്ടുന്ന അവസരം കർത്താവേ, ദൈവമേ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഒന്ന് പോകണം. എനിക്ക് മറ്റേ ദേവദാസരുമായിട്ട് എനിക്കൊന്ന് ട്രാവൽ ചെയ്യണം. അവരെങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നു, അവരുടെ കഷ്ടപ്പാട്, അവരെങ്ങനെ ഹൗ ഡു ദേ സഫർ, ഹൗ ഡിഡ് ദേ എൻഡ്യൂർ ദെയർ സഫറിങ്സ്. ഈ ഒരു പ്രാർത്ഥനയായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നോയിഡയിലോട്ട് വരുവാൻ ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നെ. ഹല്ലേലൂയ. അന്നായിരുന്നു ദൈവം ജെഫിൻ ജാന്റെ ത്രൂ ജെഫിൻ ജാൻ ദൈവം ഒരു വഴി തുറന്ന് നിങ്ങളുമായിട്ട് ഒരു ഫെലോഷിപ്പ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്യാമ്പിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ദൈവം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. ഹല്ലേലൂയ. ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഇനീഷ്യലി എനിക്കൊരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കംഫർട്ട് സോണിന്റെ വെളിയിലായിരുന്നു ഞാൻ വെളി വന്നത്. സോ ഇവിടുത്തെ ആ കുഞ്ഞുങ്ങളുടെ ആ രീതിയും ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വന്നതാണ്. ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ് യൂസ് ടു ബി I was like how the Israelite spies went to the land of Canaan. പക്ഷെ തിരിച്ചു വന്ന റിപ്പോർട്ട് എന്തുവായിരുന്നു? ദൈവമേ, മോസസ്, it is hard for us to conquer that land. അങ്ങനെയായിരുന്നു എന്റെ പ്രാർത്ഥന. ദൈവമേ, എങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി ശോഭിക്കും?
എങ്ങനെ ഞാൻ നിനക്ക് ഒരു സുവിശേഷമായിരിക്കും, എങ്ങനെ ഞാൻ എന്താ പറഞ്ഞ അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടും ഈ ക്യാമ്പസിൽ. ഞാൻ ദൈവത്തോട് ചോദിക്കണം, ദൈവം ലോർഡ്, ഹൗ ക്യാൻ ഐ ബി യൂസ്ഫുൾ ഫോർ ദ കിങ്ഡം. ഹല്ലേലൂയ. പക്ഷെ ഐ ഗസ് ഞാൻ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചില കൂട്ടുകാരുമായിട്ട് നമ്മൾ ക്യാമ്പസിൽ ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, പ്രയർ വാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതും പിന്നെ ദാറ്റ് യൂസ് ടു ഇൻക്രീസ് ഇൻ നമ്പർ. പിന്നെ അത് ബന്ധപ്പെട്ടുമായിട്ട് ദൈവം ഒരു നല്ലൊരു സഭ, ദൈവം നല്ലൊരു ചർച്ച് ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യത്തെ ആ ഒരു സൺഡേ ഞാൻ ആ ചർച്ചിൽ പോയി. ഐ ഗസ് പാസ്റ്റ് അവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ എന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ ദേവദാസിനെ കാണുന്നത്. അപ്പം ആ പാസ്റ്റങ്ങൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം നിന്നെ ബാംഗ്ലൂരിൽ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതൊരു എൻ്റെ ഒരു കൺഫർമേഷൻ ആയിരുന്നു, ദാറ്റ് ഗോഡ് ബ്രോട്ട് മീ ഹിയർ ടു ബാംഗ്ലൂർ ഫോർ എ പേർപ്പസ്. ഹല്ലേലൂയ. ദൈവം ഈ ഒരു 3 വർഷം ഹല്ലേലൂയ എന്നെ ഒന്ന് പണിയാനായിട്ട്, എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, എനിക്ക് കുറെ ഒരു ചേഞ്ചസ് വരാനായിട്ടായിരുന്നു. എനിക്ക് കുറച്ച് എന്താ പറഞ്ഞ കുറച്ച് എന്താ പറഞ്ഞ ഒരു സ്ട്രെങ്തനിങ്, അല്ലെങ്കിൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് ദൈവം എന്നെ ബാംഗ്ലൂരായിട്ട് കൊണ്ടുവന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഗ്രേസ് ആണ്. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ കുറെ വീഴ്ചകൾ വന്നിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ കുറെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. And because of that, my parents have shed their tears. My parents have they are still faithfully serving God. They are still അവരുടെ എൻ്റെ ഒരു റോൾ മോഡൽ ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ ഫാദർ ആണെങ്കിലും, he was a very patient person. He thinks from 10 different perspectives and then jump to conclusions. Hallelujah. And കുറെ ആൾക്കാർക്ക് അറിയാം, ഈ വർക്ക് ലൈഫും മിനിസ്റ്ററുമായിട്ട് ബാലൻസ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹാർഡ് തിങ്. പക്ഷേ I could learn a lot of things from my father, from my mother, to pray more, to spend more time in God's presence. Hallelujah. Hallelujah. എനിക്ക് തന്നെ കുറെ mentors ഉണ്ട് who have invested in my life. സത്യം പറഞ്ഞാൽ I am here today because there are so many people who have invested in my life. God gave me a blessed support system that made me stand strong. Hallelujah. And no matter what, I usually like to go for spiritual activities, അല്ലെങ്കിൽ spiritual fellowships. അതായിരുന്നു എൻ്റെ ഒരു ഹരം, അതായിരുന്നു എൻ്റെ ഒരു ജോഷ്, ഹിന്ദിയിൽ പറഞ്ഞ ജോഷ്. ബിക്കോസ് മോർ ദാൻ ഗോയിങ് ഫോർ ട്രിപ്സ് ഓർ ഔട്ടിങ്സ്, എനിക്ക് കൂടുതലായിട്ട് സന്തോഷം കിട്ടുന്ന ഇറ്റ് വാസ് മോർ ഓഫ് സ്പിരിച്വൽ gatherings, spiritual activities, fellowships. And I used to, and whenever I go for vacations back home in Dubai, I guess I would say around 95% of my time I would spend my time going to different places, going for different meetings, ICPF ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ. എനിക്ക് അത് ബിക്കോസ് അത് എൻ്റെ ഒരു സന്തോഷമായിരുന്നു. And I thank God for my parents who have given me those freedom, because those freedom to partake in those fellowship. And those fellowships has made an impact in my life. Hallelujah. പക്ഷെ ഞാൻ today what I have gone through, all the things that I've gone through, I am able to pray, encourage, advise people who are going through the same phase. Hallelujah. ഞാൻ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാൻ കുറെ ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്ന കുറെ സ്റ്റുഡൻസിനെ കുറെ മീറ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ അവരോട് ഐ യൂസ് ടു എൻകറേജ് ദം, ലൈക്ക് they used to think ദൈവം എന്നെ ഒന്ന് പണിഷ് ചെയ്യും, ദൈവം എന്നെ God will punish me. അവർ ആ ഒരു ഭയത്തിലായിരുന്നു. പക്ഷെ God used to strengthen me at that time to talk to different students. Hallelujah. That God is still loving. Hallelujah. God's arms are still open wide. Hallelujah. And സത്യം പറഞ്ഞ ചില കുഞ്ഞുങ്ങൾ ഇപ്പം ബാംഗ്ലൂരിൽ വരുമ്പോൾ, ലൈക്ക് ബാംഗ്ലൂർ വന്നിട്ട് ചില കുഞ്ഞുങ്ങൾ കാണുമ്പോൾ, ലൈക്ക്
കുറെ പേരെ ബാക്ക് സ്ലൈഡ് ചെയ്യുന്ന കുറെ കുഞ്ഞുങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. And that used to break my heart. I used to, and there was a point of time where I used to criticize them. പക്ഷേ when I used to criticize them, the Holy Spirit used to convict me, telling that I'm a pure hypocrite. എന്റെ ഉള്ളിൽ ദൈവസ്നേഹം എവിടാ? ഹല്ലേലൂയ. അന്ന് ഞാൻ ദൈവമേ, I started to take a decision. ദൈവമേ, I will start praying and interceding for those people who have been lost. Hallelujah. I will take the initiative of those people who have gone astray from the word of God, who have gone astray from their relationship with you. Hallelujah. Hallelujah. അങ്ങനെ ദൈവം കുറെ സ്റ്റുഡൻസിനെയും ദൈവം സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ സ്റ്റുഡൻസുമായിട്ട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഈ ആദ്യമേ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പക്ഷെ അവർ എപ്പോഴും എന്നെ കാണുന്നതുണ്ടല്ലോ. They look at me as someone who is as a religious person, I would say. They still look at me as a religious person because എല്ലാ പ്രാവശ്യം ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് എപ്പോഴും ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഇപ്പം ചർച്ചിന്റെ സമയത്ത് മെസ്സേജ് അയച്ചാലും I never used to reply back because they know that I am in church. So they know that എൻ്റെ ജീവിതം കാണുമ്പോൾ, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ, എൻ്റെ ഒരു പെരുമാറ്റം കാണുമ്പോൾ മറ്റുള്ളവർക്ക് പിടികിട്ടി ഞാൻ ഒരു ദൈവം പൈതലാണ്. അങ്ങനെ ചില ഫ്രണ്ട്സിനെയും ദൈവം എനിക്ക്, അങ്ങനത്തെ ചില ഫ്രണ്ട്സിനെ ദൈവം എനിക്ക് തന്നു. റീസെന്റ് ആയിട്ട് ഒരു സംഭവം ഞാൻ പറയാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ ക്ലാസ്മേറ്റ് സത്യം പറഞ്ഞാൽ ആ ഒരു that individual was ഭയങ്കര ഒരു ബ്രോക്കൺ സിറ്റുവേഷനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബ്രോക്കൺ ആയിരുന്നു ആ ഒരു ഇൻഡിവിജ്വൽ. ആൻഡ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ, to somehow deliver that person from the trap that person has fallen into. And while praying, ദൈവം വേറൊരു പേര് ദൈവം തന്നു while praying. പക്ഷെ I knew that person because എൻ്റെ കൂടെ he was there in ദുബായിൽ ഉണ്ടായിരുന്നു, ആൻഡ് എൻ്റെ കൂടെ ട്യൂഷനിലൊക്കെ ഉണ്ടായിരുന്നു. ദൈവം ആ ഒരു പേര് എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പിറ്റേ ആഴ്ച ഞാനൊന്ന് നോയിഡ ക്യാമ്പിൽ ഞാനൊന്ന് നോയിഡ ക്യാമ്പിൽ വരുന്നു. സത്യം പറഞ്ഞാൽ നോയിഡ ക്യാമ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറെ ഡിസിഷൻസ് എനിക്ക് എടുക്കാൻ പറ്റി. കുറെ ഫോർ എക്സാമ്പിൾ മിഡ് നൈറ്റ് പ്രെയർ. എനിക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ആ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രാതരാത്രിക്ക് അല്ലെങ്കിൽ യാത്രിയാമങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടും ഇന്റർസീഡ് ചെയ്യാനായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തുക. And this midnight prayer that I had was an awesome time because I used to feel God's presence coming into my room, and I used to hear God's voice. Hallelujah. And God used to speak to me about certain individuals, about their current state of life. And ഞാൻ പേഴ്സണലി അവരോട് പോയി സംസാരിക്കുമായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ ഒരു സിറ്റുവേഷൻ ദൈവം എന്നെ കാണിച്ചു തന്നു. And it used to be accurate in their lives. And I used to see, while I was talking, I remember while I used to talk to that person, a particular person, to another person, tears started to flow from her eyes. കരയാൻ തുടങ്ങി. And I was talking purely based on what the Holy Spirit was talking. And during that prayer, ദൈവം എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ബർഡൻ തന്നു to pray for students whose parents are alone in faith. I know students whose parents are, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന കുറെ പേരൻസ് ഉണ്ട്. അപ്പം അവരുടെ വീട്ടില് കുറെ ഡിഫിക്കൽട്ടീസും കുറെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുറെ പേരൻസ് എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു ബേർഡൻ ദൈവം തന്ന സമയത്താ ഈ ഒരു ഇൻഡിവിജ്വലിന്റെ പേര് ദൈവം എനിക്ക് തന്നു. എന്റെ പിറ്റേ ആഴ്ചയാ, out of, I don't know how God orchestrated it, his mother contacted me. And his mother, I guess his mother is still alone in faith. His mother, മോനെ എന്റെ മകനെ ചർച്ചിലോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? Then I replied back,
ആൻഡ് ഷുവർ ആയിട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ഇറ്റ്. പക്ഷെ ഐ ഗെസ് അവൻ ആദ്യത്തെ ആഴ്ച വന്നില്ല, ചർച്ചിലോട്ട് വന്നില്ല. രണ്ടാമത്തെ ആഴ്ച തൊട്ട് അവൻ ചർച്ചിൽ വരാൻ തുടങ്ങി. പക്ഷെ ആൻഡ് ആ ഒരു രണ്ടാഴ്ചത്തിന്റെ ഗ്യാപ്പില് I used to pray very hard for him. Pray very hard. ദൈവമേ അവനെ ഒന്ന് റിലീസ് ചെയ്യണമേ. അവൻ പോകുന്ന, ബിക്കോസ് the reason why I have this burden is because വീട്ടിൽ അവർക്ക് ആ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് they tend to go seek what is a refuge അല്ലെങ്കിൽ comfort from their friends. So they used to deviate, and they will have a lot of doubts. They will have a lot of questions. Not only that, they will not even have mentors to guide them. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇങ്ങനെപോലത്തെ ഒരു ബേർഡൻ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ദൈവം ഓരോ ആൾക്കാരെ ദൈവം തന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം കൊടുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ക്രക്സ് ഞാൻ ഇപ്പം തരുവാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എന്റെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ കുറെ ഫെയിലിയേഴ്സും വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ വി ഹാവ് എ ഫാദർ whose arms are wide open and who is saying, Mone, come, I love you എന്ന് പറഞ്ഞിട്ട്, like a prodigal son പോലെ the father is waiting for you for your return. Hallelujah. And നമ്മൾ we have to surrender. ദൈവമേ, നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ we have to accept the fact that Lord, we have to accept the fact that we are failures. We have to accept the fact that we are fragile. പക്ഷെ നമ്മൾ അന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ദൈവം സത്യം പറഞ്ഞാൽ ഒരു ദൈവശക്തിയാൽ ദൈവകൃപയാൽ ദൈവം നമ്മളെ ഒന്ന് ഫില്ല് ചെയ്യണവേ. അന്ന് നമ്മൾ അന്ന് മേ ബി ബിഫോർ പ്രേയിങ് യു മേ തിങ്ക് ദൈവമേ എങ്ങനെ ഞാൻ ജയിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ we tend to give thanks to God because നമ്മുടെ കൃപയല്ല, നമ്മുടെ ശക്തിയല്ല, പക്ഷെ ദൈവ കൃപ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാൻ. Hallelujah. When we go according to God's plan, hallelujah, God's provision is also there along with it. But if we go according to our plan, hallelujah, it will totally fail. We tend to give God നമ്മൾ ഇപ്പം എക്സാംസിൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് multiple choice questions. It used to be around 1 marker, 2 marker questions. It used to come in the first section of the question papers. Multiple choice questions, which is the right answer. In the same way, we are also trying to give multiple choice plans to God. അല്ലെങ്കിൽ multiple choice alternatives to God. God, you choose which one, A, B, C, which one you choose. But we are not able to understand what God's plan is. And when God has a plan for our lives, God does not create a plan B to it, because God's plan will never fail. God's plan will only prevail in our lives. Hallelujah. But as Romans 8 verse 28 says, God works for our good, for those who know him and those who love him. Hallelujah. ഞാൻ ഈ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് I used to എന്റെ മനസ്സിൽ വന്ന ഒരു തോട്ട് ആയിരുന്നു, do not rebel against the potter. Give your potter the time to mold you, to work in you, and to make you of a noble purpose. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, we tend to hinder God's work. We tend to be rebellious. ദൈവമേ, we tell ദൈവമേ എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട, എനിക്ക് ആ വഴി കൂടി പോണ്ട. If God has if that particular path is part of God's plan, you have to go through it. അങ്ങനെ ആ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. How will you learn from God? How will you imbibe the nature or inculcate the nature of God without going through that particular path? Hallelujah. So therefore we have to surrender ourselves, just like how a potter molds the clay. We have to surrender ourselves. We have sometimes ചില storms, ചില struggles വരുമായിരിക്കും, ചില persecutions വരുമായിരിക്കും, ചില നിന്ദകൾ സഹിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ always remember, the potter's hand has not left the clay. Potter's hand has not left the clay. Yes, and we are all under the potter's hands. The potter is still molding us. Hallelujah. And നമ്മുടെ
പാസ്റ്റ് അല്ല, നമ്മുടെ പാസ്റ്റ് ഫെയിലിയേഴ്സ് അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മൂമെന്റ് ഓഫ് moment that moment that we surrender to God. Hallelujah. God starts to bring that change. God starts to bring that deliverance in our lives. Hallelujah. I want to read a poem that really touched my heart. It is an anonymous person who wrote this poem. So it starts like this: when God wants to drill a man and thrill a man and skill a man, when God wants to mold a man to play the noblest part, when he yearns with all his heart to create so great and bold a man that all the world shall be amazed, watch his methods, watch his ways, how he ruthlessly perfects whom he royally elects, how he hammers him and hurts him, and with mighty blows converts him into trial shapes of clay, which only God understands, while his tortured heart is crying, and he lifts beseeching hands, how he bends but never breaks, when his good he undertakes, when he uses whom he chooses, and which every purpose fuses him, by every act induces him to try his splendor out. God knows what he is about. Hallelujah. I love this poem because it talks about my life. എൻ്റെ ഒരു ജീവിത സാക്ഷി, എൻ്റെ ജീവിത ഒരു ടെസ്റ്റിമണി ആയിരുന്നു. Like how God was molding me to a person who I am today. Hallelujah. How God is hammering me, how God is bending me to become his masterpiece, to be a vessel of noble purposes. Hallelujah. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റോറീസ് is a unique story, but the author of our story is the same person. Who is the author of our story? It is our Lord Jesus Christ. Hallelujah. And why is it unique? And nobody can understand our next step. Because why? Because we have to take steps according to what God has kept, according to God's plan. Hallelujah. So no humans can fathom how God works. Hallelujah. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഹാലലൂയ. നമ്മൾ പറഞ്ഞ പോലെ ഹാലലൂയ, ദൈവം സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ there are certain things that we have to let go of. Hallelujah. There are certain things, we are all in that pursuit of holiness. We are all in that pursuit of to be perfect. Hallelujah. But that we have to remain, surrender ourselves, like how a clay is under the potter's hands. Yes, we are all being molded. We are all being, being shaped into different vessels, so that each and every one of us can be used for a noble purpose in God's hands. Hallelujah. Hallelujah. നമ്മുടെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാൻ. Hallelujah. നമ്മൾ ആദ്യം സീക്കേണ്ടത്, ദൈവമേ, what is your plan for your life? What is your plan? What is your desire for my life? ദൈവമേ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെ, how can I be a witness? അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെ ഞാൻ ശോഭിക്കാൻ പറ്റും? Hallelujah. അങ്ങനെ ആയിരിക്കും. That should be our only desire. That should be our sole desire. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പാട്ട് വരാറുണ്ടായിരുന്നു. Hallelujah. Lord, keep me true, Lord. Jesus, keep me true. ഇംഗ്ലീഷിൽ പഴയ ഒരു പാട്ടായിരുന്നു. Keep me true, Lord. Hallelujah. God, എന്നെ ഒന്ന് ഫെയ്ത്ത്ഫുൾ ആക്കി തീർക്കണമേ. എൻ്റെ കോളേജിൽ ഒരു ഫെയ്ത്ത്ഫുൾ ആയി തീർക്കണമേ. എൻ്റെ ഓഫീസിൽ ഒരു ഫെയ്ത്ത്ഫുൾ ആയി തീർക്കണമേ. Hallelujah. അതായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന. ദൈവമേ, you are giving me a lot of opportunities. Hallelujah. But Lord, my only prayer and desire, Lord, എന്നെ faithful ആയി എന്നെ ട്രൂ ആക്കണമേ. Keep me true, Lord. വിശ്വസ്തനാക്കണേ കർത്താവേ. അപ്പാ, എനിക്കൊരു ഓട്ടം ഓടേണ്ടതുണ്ട്, എനിക്കൊരു ജയം നേടേണ്ടതുണ്ട്. Hallelujah. എനിക്കൊരു വിടുതൽ പ്രാപിക്കാനുണ്ട്. Hallelujah. ദൈവമേ, let not my focus, let not my vision get shifted from eternity. Hallelujah. അതായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ തൊട്ട്. Hallelujah. And God was actually preparing me to speak to you about this. Hallelujah. And I would like to pray for you all. Hallelujah.
Hallelujah, hallelujah, hallelujah. My God and Father, Lord, thank you, Father, for this time to be in your presence, Lord Jesus. കർത്താവെ അപ്പ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൻ സംസാരിച്ചതായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ എന്റെ വാക്കുകൾ അല്ല കർത്താവെ, പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. Father, we are weak in our abilities, Father, but we are strong in your grace, Kartave. Father, our plans fail, but let your plans prevail, Father. Hallelujah. Father, we surrender ourselves, Lord, Father, and to be a masterpiece that you want us to be, O Lord, to be effective for thy kingdom, Father, to be faithful in places wherever you have placed us in, Lord, to be a witness for you, O Lord Jesus, Father. Lord, I pray for all those who have joined, Lord, hallelujah. Lord, I bless them in your name, Father. I pray for Finney Pastor Uncle, Santi Andy, Donna and Danny, Lord, Father. Bless them abundantly, Father, hallelujah. Use them, Father, mightily in the coming days, Lord Jesus. കർത്താവേ ഇനിയും കൂടി നേടുവാൻ ആത്മാക്കളെ നേടുവാൻ വിശേഷാല ക്യാമ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ വലിയൊരു അനുഗ്രഹമായി തീർന്ന പിതാവേ കുറെ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയട്ടെ കർത്താവേ അവരുടെ പാപ സ്വഭാവങ്ങളെ വിട്ട് കർത്താവേ അവർ ആ വെളിച്ചല്ലോ let them come to the light Lord Jesus കർത്താവേ hallelujah pray guest speaker ജെഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു use him Lord Father hallelujah കർത്താവേ empower him കർത്താവേ അപ്പ നമുക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു നമുക്ക് തന്ന നല്ല ഒരു സമയത്തിനായി സ്തോത്രം നല്ലൊരു ഫെലോഷിപ്പിനായി സ്തോത്രം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ thank you Lord Jesus Father let your name be glorified കർത്താവേ Father thank you Father for hearing our prayers Lord Jesus in Jesus name we pray amen. Thank you so much for calling me to this, for inviting me for this session. I hope it was a blessing for you all. So sorry for taking for exceeding the time, but I hope you got the clarity of what I wanted to talk, what I wanted to speak, or I hope you got the core message. Yeah, thank you so much, and over to you. Praise the Lord. Thank you so much for sharing your testimony with us. It was a great blessing, and I believe that each and every person who is attending the Zoom meeting as well as who is going to listen through the live is going to be blessed with this testimony, because in the start itself I was about to read this Bible verse, but I couldn't read Psalms 40 verse 1 and 2. I waited patiently for the Lord. He turned to me and heard my cry. So past week I was meditating on this word, and God revealed to me that we can only patiently wait on someone whom we trust a lot, whom we love a lot. We can't നമുക്ക് ചുമ്മാ ഒരാളെ ട്രസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല if we are not trusting that person. So one thing God taught me was trust in him, then only you can wait patiently for him. And the second verse of this chapter says that he lifted me out of the slimy pit, out of the mud and mire. He set my feet on a rock. We all were once in a slimy pit, but God lifted us out from that. നമ്മൾ പലപ്പോഴും when we are examining our lives, we think that we all know about sin, but sometimes we neglect the small sins. ചെറിയ പാപം വലിയ പാപം. Now many of the people think that ചെറിയ പാപമല്ലേ ചെയ്തുള്ളൂ, കുഴപ്പമില്ല, but then sin is sin, and we need that conviction, and we can get that conviction only if there is Holy Spirit in us. And word of God says, Matthew chapter 7 verse 11, if you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him? So our Father in heaven, we as evil people can know how to give good gifts to our children. Why not our Father in heaven will give us good gifts? So we can ask him whatever, the Spirit of the Lord, the fruits of Spirit. We can ask every good gift, and he will give it to us. And one thing which reminded me was the Delhi camp. One thing I asked in Delhi camp was a deep
എന്താ പറയുക, ഒരു ഭാരം ആൾക്കാർക്ക് വേണ്ടി, പീപ്പിൾ ഹു ആർ ലീഡിങ് ത്രൂ യുനോ സിൻസ്, ഹു ഡോണ്ട് നോ ഗോഡ്, അവർക്ക് വേണ്ടിയുള്ളൊരു ഭാരം എൻ്റെ അകത്ത് വരണമെന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. ആൻഡ് ദാറ്റ് വാസ് ഗോഡ് in that camp itself, God gave me that. And one more thing which God spoke to me through this testimony as well is that the battle which you are facing is not yours alone, but it is God's. So if you feel lonely, if you're thinking that if you're thinking that you are having multiple failures, this past week, this Sunday, we heard that through like multiple weeks we are hearing in our Sunday service that uh, the failures in your battle are not failures, but they are symptoms. They are symptoms that you are going through a spiritual battle. So I believe that your failures are nothing but symptoms of you going through a battle. And do not forget that your battle is not only yours, but it is God's, and he has control over everything. So I hope this meeting and every part of this meeting was a blessing for everyone. And to wind up the session, I would ask Daniel to pray. Hallelujah, hallelujah, hallelujah. Lord, thank you for this wonderful day which you have given us, Lord. Thank you, Father, for this wonderful time of message, Father, which we have heard from Father, Lord, dear Johanna, Father, Lord, thank you for this time which you have given us, Father, to introspect into our lives, Father, Lord, so that, Father, Lord, we might also grow more and more spiritually, more and more deeply rooted in you, Father, Lord. Lord, help us, Father, Lord, to not or try to overcome sins of our Lord with our willpower of our Lord. Lord, let us not fall into this kind of deceits of our Lord, that we can overcome the sins of our Lord, we can overcome our habits of our Lord, or by our willpower of our Lord, but let us understand that we need your Holy Spirit of our Lord, and we are nothing without you of our Lord. Our Lord, Father, Lord, let every sins of our Lord, every nature of every carnal nature of our body of our Lord, help us to overcome them of our Lord with your Holy Spirit of our Lord, so that we can run of our Lord, we can complete that race of our Lord without any hindrance, O Lord, without anything in dragging us behind of our Lord. We submit and surrender each and everyone into your hands, Lord, Father, whoever is Father, Lord, attending this meeting, who is watching us through the live, Father, Lord, help them, Father, our Lord, to have a more spiritual growth in their spiritual life, Father, in the coming days, Lord, Father. We submit each and everyone into your hands, Lord, or keep them under your protection, Father. In the name of Jesus Christ we pray. Amen, amen, amen. God bless you all. Thank you for joining.